കരുണാവാരിധിയായ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകമോക്ഷമാണ്, പരലോക വിജയമാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവസാനിച്ചു തീരുന്ന ഒരു കുഞ്ഞു ജീവിതമാണ് നമ്മുടേതെല്ലാം. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ നമുക്കില്ലെങ്കിലും നമ്മുടെ എല്ലാം മടങ്ങിപ്പോക്കിന്, തിരിച്ചുപോക്കിന് കൃത്യമായൊരു സമയമുണ്ട് എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ തിരിച്ചുപോക്കിന് ശേഷമുള്ള ജീവിതം അത് വിജയകരമാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ, നന്മകൾ ആത്മാർത്ഥമായി ചെയ്യുക എന്നതാണ് വഴി. പരലോക വിജയവും സ്വർഗപ്രവേശനവുമൊക്കെ സാധ്യമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചുമൊന്നുമല്ല അല്ലാഹു പറയുന്നത്. ഏതൊരു മനുഷ്യനും സാധ്യമാകുന്ന, ചെയ്യാൻ കഴിയുന്ന നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്, സ്വർഗത്തിലേക്കുള്ള വഴികളാണ് എന്ന് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്വർഗത്തിൻ്റെ പാതയിൽ നമുക്ക് ചെയ്യാൻ വലിയ വലിയ കാര്യങ്ങൾ ധാരാളമുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ ധാരാളമുള്ളതോടൊപ്പം തന്നെ അതിനേക്കാളേറെ ചെറിയ ചെറിയ കാര്യങ്ങളും ധാരാളമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിസ്സാരമാണ് എന്ന് നമ്മൾ കരുതുന്ന പല നല്ല കാര്യങ്ങളും ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ കൂടുതൽ പ്രതിഫലങ്ങളും അള്ളാഹുവിൻ്റെ അടുപ്പവും നേടാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ചെറിയ സൂറത്തിലൂടെ നമ്മോട് പറയുന്ന ഒരു വർത്തമാനവും അത് തന്നെയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അത് എത്ര തന്നെ ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും അത് പാഴായി പോകുന്നതോ തള്ളിക്കളയുന്നതോ നിഷ്ഫലമാകുന്നതോ അല്ല. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളെല്ലാം അത് സ്വർഗത്തിൻ്റെ വഴിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും ചെറിയ അളവിനെ അളക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം മിസ്ഖാല ദർറത്ത് എന്നാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നിങ്ങൾ ചെയ്യുന്ന നന്മ അത് അണുമണിത്തൂക്കം, ഒരു അണു അളവോളം എന്നൊക്കെയാണ് നമ്മളതിന് മലയാളം അറിയാറുള്ളത്. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾ എത്ര ചെറുതാണെങ്കിലും അത് നാളെ കിട്ടും എന്ന് പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച പദം ഏതാണെന്നറിയോ? മിസ്ഖാല ദർറത്തിൻ എന്നാണ്. മിസ്ഖാല ദർറ, അണുമണിത്തൂക്കം, കടുകുമണിയോളം. ഈ മിസ്ഖാല ദർറ എന്ന ഈ പദത്തിന് മുഫസ്സിരീങ്ങൾ തഫ്സീറുകളിൽ കൊടുത്തൊരു വിശദീകരണമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടാ. ഒരു കുഞ്ഞു ഉറുമ്പിൻ്റെ കാലിൻ്റെ കഷ്ണം തൂക്കമുള്ള അളവിനാണത്രേ മിസ്ഖാല ദർറ എന്ന് പറയുക. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞൻ ഉറുമ്പ് തന്നെ എത്ര ചെറുതായിരിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ മധുരങ്ങളൊക്കെ വരുമ്പോൾ നെയ്യുറുമ്പ് എന്ന് പറയാറുണ്ട്. വളരെ ചെറിയ കടിക്കുന്നൊരു ഉറുമ്പുണ്ട്, വളരെ ചെറുതാണ്. മിസ്ഖാല ദർറ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അളവ്? ഒരു കുഞ്ഞനുറുമ്പിൻ്റെ കാലല്ല, കുഞ്ഞനുറുമ്പിൻ്റെ കാലിൻ്റെ ഒരു കഷ്ണം. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ ഉറുമ്പിൻ്റെ കാലിൻ്റെ ഒരു കഷ്ണം അത് എത്ര ചെറിയ അളവാണോ
അത്രയും നിസ്സാരമായൊരു നന്മ നിങ്ങൾ ചെയ്താൽ ആ നന്മയ്ക്കുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും. അത് നിഷ്ഫലമാകില്ല, തള്ളിക്കളയില്ല. അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് പടച്ചോൻ അതിനെ അവഗണിക്കില്ല എന്നാണ് ഈ പറഞ്ഞത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ കുട്ടികളെ, ഈ ഒരു ചെറിയ അധ്യായത്തിലെ ഈ ഒരു ചെറിയ വചനം മിസ്കാല ദർറ എന്നീ ആയത്തുണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ വിഷയത്തിൽ നമ്മളെ ജാഗ്രതയുള്ളവരാക്കി മാറ്റേണ്ടതുണ്ട്. ഒരു നന്മയും നമ്മൾ അവഗണിക്കരുത്, നിസ്സാരമല്ലേ എന്ന് കരുതി നമ്മൾ ഒഴിവാക്കരുത് എന്നാണ് പറയണത്. ഒരിക്കൽ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, വല്ലാതെ ഇബാദത്തുകളും ആരാധനകളും ചെയ്യാനൊന്നും എനിക്ക് കഴിയില്ല. അതേസമയം താങ്കൾ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം, അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകുകയും വേണം. കേട്ടില്ലേ? കുറേ ഇബാദത്തുകൾ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതേസമയം ഒരു കാര്യം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം. വളരെ കൃത്യമാണ് ചോദ്യം. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകാനും കഴിയണം. ഈ സമയം ഹദീസുകളിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കാതെ കുറേ നേരം മൗനം പാലിച്ചിരുന്നു. കൃത്യമായ മറുപടി അതിന് കൊടുത്തില്ല, മൗനം പാലിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞാൻ നേരത്തെ ഓതി വച്ച ആയത്തുണ്ടല്ലോ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്ന ആയത്ത് അദ്ദേഹത്തിന് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പിൻ്റെ, ചെറിയ കാലിൻ്റെ ഒരു കഷ്ണത്തോളം നന്മ നീ ചെയ്താലും അല്ലാഹു നിനക്കത് തരും എന്നർത്ഥം വരുന്ന ആയത്ത് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. ഈ സമയം ഈ വന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിച്ചു, അമിസ്കാല ദർറ, അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം നന്മ ചെയ്യലോ, അങ്ങനെയാണോ റസൂലെ? അപ്പൊ റസൂല് പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ്. വീണ്ടും അയാൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും ചോദിച്ചു, അല്ല റസൂലെ, അമിസ്കാല ദർറ, എനിക്ക് സ്വർഗത്തിലേക്കെത്താൻ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അങ്ങനെയാണോ? അപ്പോഴും റസൂല് പറഞ്ഞു, അതെ, അതന്നെയാണ് ആ ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഹദീസിൽ പറയുന്നത്, ഇത് കേട്ടിട്ട് ഇയാൾ തിരിച്ചു പോകുകയാണ്. തിരിച്ചു പോകുമ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്ര മിസ്കാല ദർറ, മിസ്കാല ദർറ, കടുകുമണിയോളം നന്മ, കടുകുമണിയോളം നന്മ. ഈ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇയാൾ തിരിച്ചു പോകുമ്പോൾ. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുള്ള സ്വഹാബികളെയെല്ലാം അടുത്തേക്ക് വിളിച്ചു പറഞ്ഞുവത്രേ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെങ്കിൽ അതാ നിങ്ങൾ കണ്ടുകൊള്ളോ, അത് അയാൾ സ്വർഗത്തിലേക്കുള്ള ആളാണ്. എന്താ കാരണം? റസൂലിനോട് വന്നിട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ളൊരു വഴി ചോദിച്ചപ്പോൾ, നീ ചെയ്യുന്നൊരു ചെറിയ നന്മയും നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ സഹായകമാണ്. ഇത് കേട്ടപ്പോൾ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു പോകുകയാണ്, എന്ത്? ഒരു നന്മയും ഞാൻ കൈവിടില്ല, എത്ര ചെറുതായാലും ശരി ഒരു നന്മയും ഞാൻ ഇനി ഒഴിവാക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് അയാൾ സ്വയം ഇങ്ങനെ പറയുകയാണ്, മിസ്കാല ദർറ, മിസ്കാല ദർറ, അങ്ങനെ പറഞ്ഞു പോകുകയാണ്. ഈ സമയം ആ മനുഷ്യന്റെ മനസ്സറിയുന്ന അള്ളാഹു ജിബ്രീൽ എന്ന മാലാഖ മുഖേന റസൂലിനെ അറിയിച്ചു കൊടുക്കുന്നു, അയാൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലേക്ക് പോകുന്നവനെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളി. എന്താ പ്രത്യേകത? റസൂൽ കാണിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത ആ നന്മയെ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി, മനസ്സോടുകൂടി തിരിച്ചുപോയി എന്നുള്ളതാണ്. അഥവാ കേവലം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതി ഏതൊരു നല്ല കാര്യത്തെയും അവഗണിക്കരുതെന്നും ഏതൊരു സൽക്കർമ്മവും അള്ളാഹു പാഴാക്കുകയില്ലെന്നും ഓരോ സൽക്കർമ്മങ്ങൾക്കും എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതിഫലങ്ങൾ അല്ലാഹു തരുമെന്നും ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തിന്റെ ഭാഗമായി നമുക്കിങ്ങനെ കാണാൻ കഴിയും, ഫഖറഉ മാ തയസ്സറ മിൻ, നിങ്ങൾ ഖുർആൻ ഓതണം, വഅഖീമുസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തണം, വആതുസ് സക്കാത്ത, സക്കാത്ത് കൊടുക്കണം, വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസന, പടച്ചവൻ ഏറ്റവും നല്ല കടം നിങ്ങൾ കൊടുക്കണം. ദാനധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയാൻ, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന നന്മകളൊക്കെയും
നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി വല്ല നന്മയും ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും കൂടുതൽ ഗുണകരമായതും വളരെ മഹത്തായ പ്രതിഫലമായിട്ടുള്ളതുമാണ്. അള്ളാഹുവിനടുക്കൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എത്ര നിസ്സാരമായ ഒരു നന്മ ചെയ്താലും അതൊക്കെയും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും, നിങ്ങൾക്കതവിടെ അനുഭവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് മനുഷ്യന് നന്മ ചെയ്യാനുള്ള പ്രോത്സാഹനം, നന്മകൾ എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അവഗണിക്കരുതേ എന്നുള്ളൊരു പ്രോത്സാഹന വർത്തമാനം വിശുദ്ധ ഖുർആൻ നൽകുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ബാദിറൂ ബിൽ അമാലി ഫിത്ന, ബാദിറൂ ബിൽ അമാൽ, നിങ്ങൾ നന്മകൾ ചെയ്യുന്ന ധൃതി കൂട്ടണം. നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ധൃതി പിടിക്കണം, ധൃതി കൂട്ടണം, ധൃതി കാണിക്കണം. ഹദീസിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, രാവിലെ വിശ്വാസിയായ ഒരു മനുഷ്യൻ വൈകുന്നേരം കാഫിറായിട്ട് മാറും, വൈകുന്നേരം വിശ്വാസിയായിരുന്നവൻ നേരം വെളുക്കുമ്പോഴേക്കും കാഫിറായിട്ട് മാറും. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെയും ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി ദീനിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന വിൽക്കുന്നൊരു സാഹചര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടണം എന്നാ. നന്മ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടണം. മടിയന്മാരായി അലസന്മാരായി ഇരിക്കാൻ പാടില്ല. നന്മയിൽ ധൃതി കാണിക്കുകയും ധൃതിപ്പെടുകയും ചെയ്യണം. കാരണം രാവിലെ നിങ്ങൾ വിശ്വാസിയായിരിക്കാം, ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ കാഫിറാകാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം നിങ്ങളൊരു പക്ഷെ വിശ്വാസിയായിരിക്കാം, നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ കാഫിറാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ നാളേക്കെന്ന് പറഞ്ഞ് പിറ്റേ സമയത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ കിട്ടുന്ന അവസരത്തിൽ കിട്ടുന്ന നന്മകളെ എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ആ ഹദീസിൻ്റെ ഷറഹിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിശദീകരണത്തിൽ ഒരിക്കൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? അവരങ്ങനെയായിരുന്നു, സ്വഹാബയെ കിറാം അങ്ങനെയായിരുന്നു. സ്വർഗത്തിലേക്ക് നടന്നെടുക്കാനുള്ള വഴികൾ എന്തൊക്കെയെന്ന് നിരന്തരം അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു കൊണ്ടിരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ അബൂദർ ഗിഫാർ എന്നാണ് ചോദിക്കുക, റസൂലെ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം ഏതാണെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൽ വിശ്വസിക്കലും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലുമാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഏത് തരത്തിലുള്ള അടിമയെ മോചിപ്പിക്കുന്നതാണ് ഉത്തമം റസൂലെ? അത് ശരി, ഒന്ന് കഴിഞ്ഞു. ഇനി അടിമനെ മോചിപ്പിക്കൽ പുണ്യാണല്ലോ, നന്മയാണല്ലോ. ഏത് തരത്തിലുള്ള അടിമയെ മോചിപ്പിക്കലാണ് നല്ലത്? അതിനും റസൂൽ മറുപടി കൊടുത്തു. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ജിഹാദ് ചെയ്യാനും അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, അടിമനെ മോചിപ്പിക്കാനും എനിക്ക് കഴിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ല ജോലിയും ചെയ്യുന്നവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അതിനും എനിക്ക് കഴിയില്ലെങ്കിലോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മറ്റുള്ളവരെ സഹായിക്കുക, ഒരു ജോലി ചെയ്യുന്നവനെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ജോലി നന്നായി ചെയ്യാൻ കഴിയാത്തവനത് ചെയ്തു കൊടുക്കുക. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതിനൊന്നും എനിക്ക് കഴിയൂല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഏതാ നന്മ, ഏതാ ശ്രേഷ്ഠമായ കർമ്മം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളെ വിഷമിപ്പിക്കാതിരിക്കുക, അതിന് നിനക്ക് പ്രതിഫലം തരും, അത് ധർമ്മമാണെന്നാണ് പറഞ്ഞത്. എന്ത്? അപ്പോൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലോ റസൂലെ, ചിലപ്പോൾ പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ആളുകളെ വിഷമിപ്പിക്കാതിരിക്കുക, ജനങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക എന്നത് നിനക്ക് പുണ്യം കിട്ടുന്ന ധർമ്മമാണ്, നന്മയാണ് എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഹദീസിന്റെ അവസാന വാക്യം, ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്ന സമയം പോലും നിങ്ങൾക്ക് പ്രതിഫലാർഹമായി മാറ്റാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാതെ ജീവിച്ചാൽ. അഥവാ ഞാൻ കാരണം ഒരാളും വിഷമിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതുതന്നെ നിങ്ങൾ ചെയ്യുന്ന നന്മയാണ്, നിങ്ങളത് അവഗണിക്കരുത് എന്നാണ് ഈ പഠിപ്പിക്കുന്നത്. കണ്ടോ,
മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു നന്മയെയും ചെറുതായി കാണാതിരിക്കുക എന്നത് തന്നെ ഒരു നന്മയാണെന്നാണ്. ശ്രദ്ധിക്കണം, ഒരു നന്മയെയും ചെറുതായി നിസ്സാരമായി കാണാതിരിക്കുക എന്നത് തന്നെ എന്താണ്, ഒരു നന്മയാണെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചതായിട്ടായി കാണാൻ കഴിയും. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനം ചെയ്യുന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരാളുടെ കയ്യിൽ ധനമൊന്നുമില്ല, ദാനം ചെയ്യാനൊന്നുമില്ല, അങ്ങനെയാണെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ അധ്വാനിച്ച് സമ്പാദിച്ച് അതിൽ നിന്ന് ഉപയോഗിക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അതിനൊരാൾക്ക് കഴിയില്ല, അങ്ങനെയാണെങ്കിലോ? വിഷമാവസ്ഥയിൽ കഴിയുന്ന ഒരു പാവപ്പെട്ടവനെ സഹായിക്കണം. വിഷമം ഏത് വിഷമമാകാം, സാമ്പത്തികം തന്നെ ആകണമെന്നില്ല കേട്ടോ. ഏത് തരത്തിലുള്ള വിഷമമാവട്ടെ, വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നത് അത് നന്മയാണ്. അപ്പോൾ അതിനും ഒരാൾക്ക് കഴിയില്ലെങ്കിലോ? ജനങ്ങളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കട്ടെ, അത് നന്മയാണ്. ജനങ്ങളോട് നന്മ ചെയ്യാനുള്ളൊരു അവരെ പ്രേരിപ്പിക്കുക, അത് നന്മയാണ്. അപ്പോൾ അതിനും കഴിയില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം കൊടുത്ത മറുപടി, ആളുകൾക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാം. അബൂദർ ഗിഫാർ ചോദിച്ചോ പറഞ്ഞത് ആളുകളെ വിഷമിപ്പിക്കാതിരിക്കുക എന്നാണ്. ഇവിടെ പറഞ്ഞത് ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക. ഒരു തരത്തിലും, സഹോദരന്മാരെ, ഒരു തരത്തിലും ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക എന്നത് തന്നെ നിങ്ങൾ ചെയ്യുന്ന നന്മയാണ് എന്നാണ് ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഒരു തരത്തിലുള്ള നന്മയെയും ചെറുതായി കാണാനോ നിസ്സാരവൽക്കരിക്കാനോ അവഗണിക്കാനോ പാടില്ല. നന്മയിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്. പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയുമെല്ലാം നാടിനും സമൂഹത്തിനും ഒപ്പമുള്ളവർക്കും നന്മയും ഗുണവും വരുത്തുന്നതായിരിക്കണം. മറ്റുള്ളവർക്കുള്ള ഗുണം അത് നമുക്ക് കൂടിയുള്ള ഗുണമാണ്, നന്മയാണെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്രയോ ഉണ്ടല്ലോ നന്മകൾ നമുക്ക് ചെയ്യാൻ. എന്തൊക്കെ നന്മകളുണ്ട് നമുക്ക് ചെയ്യാൻ. ഓരോ നന്മ ചെയ്യുമ്പോഴും ഒരു ദാനം ചെയ്ത പ്രതിഫലം, ഒരു സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന റസൂലിൻ്റെ വചനം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു നന്മയെയും നിസ്സാരമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ ഒരു ഹദീസ് തുടങ്ങുന്നത്. എൻ്റെ ബാക്കി എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് തബസ്സമുക ഫീ വജ്ഹി അഖീക ലഹു സ്വദഖ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ നോക്കി, സഹോദരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. അതൊരു സുദീർഘമായ ഹദീസാണ്. ആ ഹദീസിന് തുടക്കം എങ്ങനെയാണ്? ഒരു നന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്, നിസ്സാരമാക്കരുത് എന്ന് പറഞ്ഞ റസൂൽ പറയാണ്, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും നന്മയാണ്. വഴിയറിയാത്തൊരു മനുഷ്യന് വഴി കാട്ടിക്കൊടുക്കുന്ന നന്മയാണ്. കണ്ണു കാണാത്തവനെന്ന് കൈപിടിച്ചവനെ സഹായിക്കുന്നത് നന്മയാണ്. മനുഷ്യരോട് നല്ല വാക്ക് പറയുന്നത് നന്മയാണ്. ഒരാളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്, ഒരാളുടെ ഭാരം വാഹനത്തിലേക്ക് തലയിലേക്കോ എടുത്തു വെക്കാൻ സഹായിക്കുന്ന നന്മയാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നത് നന്മയാണ്. ഇങ്ങനെ വിശദീകരിച്ചിട്ട് ആ ഹദീസിൻ്റെ അവസാനം ഇങ്ങനെയാണ്. എൻ്റെ മലയാളം പറഞ്ഞ, ബക്കറ്റിലെ വെള്ളം തൻ്റെ സഹോദരൻ്റെ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് സഹായിക്കുന്നത്, എനിക്ക് വേറെ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു ബക്കറ്റിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ചരിച്ച് ഒഴിക്കാൻ നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ അതുപോലും നന്മയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് അവസാനിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ വളരെ നിസ്സാരമായി ചെയ്യാവുന്ന എത്രയെത്ര നന്മകളാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കാണാനും കണ്ടുമുട്ടാനും ഒക്കെ കഴിയാറുള്ളത്. ചിന്തിച്ചുണ്ടോ നമ്മൾ ആരെങ്കിലും അങ്ങനെ? വലിയ വലിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കും നിങ്ങൾക്കും സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന നിസ്സാരമായ എത്രയെത്ര നന്മകളാ കൂട്ടരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലൂടെയും നമ്മൾ അനുഭവിച്ചും കണ്ടും പോകുന്നത്. നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ചെറിയ ജംഗ്ഷനെത്തി ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾ അവഗണിച്ചുകൊണ്ട് അങ്ങോട്ട് പാസ് ചെയ്ത് പോകാം.
ഇപ്പോൾ ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ബ്രേക്ക് ചവിട്ടി നിർത്തുമ്പോഴൊക്കെ അത് പ്രയാസമാണ്, സമയം പോകും, അങ്ങനെയും ചിന്തിക്കാം. അതല്ല, ധൃതി പിടിച്ച് പോവുകയാണെങ്കിലും ഒന്ന് നിർത്തിക്കൊടുത്ത് ആ മനുഷ്യനെ ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കാം. അതല്ല, അത് പിന്നിൽ വരുന്നവൻ അത് ചെയ്തോളെന്ന് വിചാരിച്ച് അങ്ങനെ പോകുകയും ചെയ്യും. അങ്ങനെയൊക്കെ പോണവരും പോകാത്തവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ വണ്ടി ഒന്ന് നിർത്തിക്കൊടുത്ത് അയാളെ കടക്കാൻ സഹായിക്കുന്നത് അതൊരു നന്മയാണ്, ഒരു പുണ്യമാണ്, അല്ലേ? നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് ആ ചെയ്ത നന്മയിലൂടെ അവർ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും നിർവൃതിയുമുണ്ടല്ലോ പിള്ളേരെ, അത് ലക്ഷങ്ങൾ നൽകിയാലും നമുക്ക് കിട്ടൂല. മനസ്സിലാക്കണം, ദുനിയാവിലും കിട്ടും, പരലോകത്തും കിട്ടും പുണ്യം. ഒരു നന്മ ചെയ്ത് മറ്റവനെ സഹായിക്കുമ്പോൾ ദുനിയാവിലും നമുക്കതിൻ്റെ പുണ്യം അനുഭവിക്കാൻ കഴിയുന്നു, പരലോകത്തും അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ്. അപ്പോൾ നന്മ ഏതുമാകട്ടെ, ഒരു സഹോദരനെ സഹായിക്കൽ എന്തുമാത്രം പുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഈ ഹദീസിലൊക്കെ പറഞ്ഞ മറ്റുള്ളവരെ സഹായിക്കുന്നത് പുണ്യമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക സഹായം മാത്രമല്ല കേട്ടോ, ഏത് തരത്തിലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ ഒരു വിഷമം കേൾക്കാൻ നമ്മൾ മനസ്സ് കൊടുക്കുന്നുണ്ടോ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ, അതുപോലും ഒരു നന്മയാണെന്നാണ്. ഒരു ഹദീസിൽ കാണാം, മൻ കാന ഫി ഹാജത്തി അഖിഹി കാന അല്ലാഹു ഫി ഹാജത്തി. നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളുടെ സഹോദരൻ്റെ ഒരു വിഷമം നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, ശ്രമിച്ചാൽ, അത് സക്സസ് ആകണമെന്നില്ല. വിഷമം അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു വിഷമം മാറ്റിക്കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ, ട്രൈ ചെയ്താൽ, നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും അല്ലാഹു പരിഗണിക്കുന്നതാണ് പറഞ്ഞത്. കാനല്ലാഹു ഫി ഹാജത്തിഹി. മൻ കാന ഫി ഹാജത്തി അഖീഹി. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു പരിഗണിച്ചു തരും, പരിഹരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നഷ്ടപ്പെടുത്തരുത്, തള്ളിക്കളയരുത് ഇതൊന്നും. എവിടെ വെച്ചാൽ നമ്മുടെ ജീവിതം അവസാനിക്കാൻ നമുക്കറിയില്ല. ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്, അല്ലേ? തിരിച്ചു പോകുമെന്ന കാര്യം ഉറപ്പാണ് നമ്മളൊക്കെയും. പക്ഷെ എവിടെ വെച്ച് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളങ്ങോട്ട് വിട പറയുന്നതിന് മുമ്പ് കിട്ടുന്ന അവസരങ്ങളൊക്കെയും ഈ ചെറുതും വലുതുമായി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുഞ്ചിരിയാണെങ്കിൽ അങ്ങനെ, ഒരു കൈ സ്പർശമാണെങ്കിൽ അങ്ങനെ, ഒരു തലോടലാണെങ്കിൽ അങ്ങനെ, നന്മകൾ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. ചരിത്രത്തിൽ കാണാൻ കഴിയും, ഒരൊറ്റ ദിവസത്തെ സുബ്ഹി നമസ്കാരം നഷ്ടപ്പെട്ടത് കൊണ്ട് മരിക്കുന്നത് വരെ കരഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഒരു ദിവസത്തെ സുബ്ഹി നമസ്കാരം നഷ്ടപ്പെട്ടത് കൊണ്ട് ആ പ്രയാസം കാരണം, ആ ഒരു നന്മ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തിട്ട് മരിക്കുന്നത് വരെയും കരഞ്ഞിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നമുക്കുണ്ടോ അങ്ങനെ? ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാകട്ടെ, നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ അവസരങ്ങൾ മറ്റുള്ളവർ തട്ടിയെടുക്കുമ്പോൾ അങ്ങനെ ഒരു ബേജാറ് ഉണ്ടോ? അങ്ങനെ ഒരു ടെൻഷൻ നമുക്കുണ്ടോ? പടച്ചോനെ, എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ മറ്റാൾ തട്ടിയെടുക്കുന്നത്, അങ്ങനെ ഉണ്ടോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതാ പ്രിയമുള്ളവരെ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണെങ്കിൽ എന്തിനു നമ്മളത് വേണ്ടെന്ന് വെക്കണം? നടന്നു പോകുന്നൊരു മനുഷ്യനെ നിങ്ങൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ളൊരു തള്ളാണെങ്കിൽ, ഒരു ചവിട്ടുപടിയാണെങ്കിൽ എന്തിനു നമ്മളത് വേണ്ടെന്ന് വെക്കണം? കണ്ണു കാണാത്തൊരു മനുഷ്യന്റെ കൈയൊന്ന് പിടിച്ച് ആ റോഡൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുന്ന നിസ്സാരമായ കാര്യം, വലിയ ചെലവൊന്നുമില്ല അതിന്. അതുപോലും നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണെങ്കിൽ എന്തിന് നിങ്ങളത് അവഗണിക്കണം? നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ പിന്നിൽ വാഹനം ഓടിച്ചു വരുന്നൊരുത്തൻ നിങ്ങളെക്കാൾ അത്യാവശ്യമുള്ളത് കൊണ്ടൊന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഹോണടിക്കുമ്പോൾ, എനിക്ക് തിരക്കാണെങ്കിലും അവൻ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചൊന്ന് മാറിക്കൊടുക്കുന്നത് അത് സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്താൻ സഹായിക്കുന്ന ഒരു ചെറിയ നന്മയാണെങ്കിൽ എന്തിന് പ്രിയമുള്ളവരെ അത്തരം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ തട്ടിക്കളയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതൊരു നന്മയും അത് മറ്റുള്ളവർ ചെയ്യട്ടെ, അവർ ചെയ്തുകൊള്ളും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആ റോളിലേക്ക് എത്തുക എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ നോക്കുമ്പോൾ ഒന്ന് ചിരിക്കുന്നത്ര വലിയ എന്താ ചിലവ് അതിനുള്ളത്? അതൊരു പുണ്യമാണ്, അതൊരു നന്മയാണെന്നാണ് ഈ പറയുന്നത്. ഒരിക്കൽ ഒരു രാജാവ് ഒരു വലിയ ഭരണി ഉണ്ടാക്കിയിട്ട് ആ ഭരണിയിൽ നിറച്ച് ഒരു തുള്ളി തേന് കൊണ്ടുവന്ന് ഒറ്റിക്കണം എന്ന് എല്ലാവരോടും പറഞ്ഞു, ആ നാട്ടിലെ മനുഷ്യന്മാരോടൊക്കെ. ആ ഭരണിയിൽ ഒറ്റ തുള്ളി തേന് കൊണ്ടുവന്ന് ഒറ്റിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങനെ അത് തീരുമാനിക്കുകയാണ്, തേനൊറ്റിക്കാൻ ആ ഭരണിയിൽ. അപ്പോൾ ഒരാൾ ചിന്തിച്ചു, എല്ലാവരും തേനൊറ്റിക്കുമല്ലോ, അതൊക്കെ ഓരോറ്റിക്കട്ടെ, ഞാനൊരു തുള്ളി വെള്ളം ഒറ്റിച്ചാൽ ഇപ്പോൾ ആരും കാണുമൊന്നുമില്ല. അങ്ങനെ അവസാനം നിശ്ചിത സമയം കഴിഞ്ഞ് രാജാവ് വന്നിട്ട് ഭരണി തുറന്നു നോക്കിയപ്പോൾ ഭരണിയിൽ നിറച്ചും വെള്ളമാണ്, ഒരു തുള്ളി പോലും തേനില്ല. ഭരണി നിറച്ചും വെള്ളം. അപ്പോൾ ഓരോരുത്തരും എന്താ ചിന്തിച്ചറിയോ? അത് വളരെ മൂല്യമായ തേന്, അത് മറ്റോൻ ചെയ്തോളും, അത് അവനൊറ്റിച്ചോളും, ഞാൻ വെള്ളം ഒറ്റിക്കാം, എന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ. ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചു. എന്ത്? വിശിഷ്ടമായ തേൻ തുള്ളി ഒറ്റിക്കുക എന്ന നന്മ മൂല്യം അത് മറ്റോൻ ചെയ്തോളൂ, അത് മറിച്ചോൻ ചെയ്തോളൂ. ഞാനിപ്പോൾ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒറ്റിച്ചാലും അതാരും കാണൂലല്ലോ. ഇതാണ് നമ്മുടെയും മാനസികാവസ്ഥ പലപ്പോഴും. അതൊരു നന്മയല്ല, അത് അവൻ ചെയ്തോളും, അത് മറ്റവൻ ചെയ്തോളും. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യാം. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക്, സ്കൂളിൽ, കോളേജിലേക്ക് ജോലിക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ ഉമ്മയോടോ ഉപ്പയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഒന്ന് കൈ കൊടുത്ത് സലാം പറയുന്നതാണെങ്കിൽ പോലും, സലാം പറയുമ്പോൾ കൈ കൊടുക്കല്ല, അത് നന്മയാണല്ലോ. അതാണെങ്കിൽ പോലും അവഗണിക്കരുത്. ഒരവസരവും, സ്വർഗത്തിലേക്ക് നമുക്കടുക്കാൻ കഴിയുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാ പ്രിയമുള്ളവരെ പറയുന്നത്. ഹജ്ജിന് പോയ ആളുകളൊക്കെ പിന്നെ പറയാറുള്ളൊരു അനുഭവമുണ്ട്, ചിലപ്പോൾ പോയ ആളുകൾക്കൊക്കെ അറിയാം. വളണ്ടിയർമാരെ കുറിച്ചല്ല കേട്ടോ. ഹജ്ജിന് പോയ ആളുകൾ അവരുടെ പ്രായത്തിൻ്റെ അവശത പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഹിദമത്ത് ചെയ്യാനും സേവനം ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ച് പല ഹാജിമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹജ്ജ് സമയത്ത് ഓരോ വക്കത്തിലും അവിടെ ഇങ്ങനെ മയ്യത്ത് നമസ്കാരം ഉണ്ടാവുന്ന ഈ സമയത്ത് മയ്യത്തിനെ താങ്ങി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിനെ ഒന്ന് താങ്ങാൻ, അതൊരു പുണ്യാണല്ലോ, അതൊന്ന് താങ്ങാൻ, അതിലൊന്ന് തൊടാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുന്നത് കാണാൻ കഴിയുന്നൊക്കെ ഹജ്ജിന് പോയ സഹോദരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതായിരിക്കണം നമ്മുടെ മനസ്സ്. നന്മയിൽ മത്സരിക്കുക, കിട്ടുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടാതിരിക്കുക. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളാണ് നേരത്തെ ഹദീസ് മുമ്പിൽ വെച്ചു ഞാൻ പറഞ്ഞത്. ആളുകളോട് പുഞ്ചിരിക്കുക, ഒന്ന് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുക എന്നിങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ എല്ലാം അങ്ങനെ തന്നെയാണ്. മനസ്സിലുണ്ടാകണം. ഇങ്ങനെ ചെറുതിങ്ങനെ ചെയ്ത് കൂടുമ്പോഴാണ് അത് നാളെ പരലോകത്തെത്തും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ സഹായിക്കുന്ന വലിയ നന്മയുടെ ഒരു മുതൽക്കൂട്ടായിട്ട് കൂട്ടരെ നമുക്ക് കിട്ടുക. പരലോക നിഷേധി എന്ന് ഖുർആൻ പറഞ്ഞത് ആരെക്കുറിച്ച് അറിയോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ച് പരലോക നിഷേധി ആരാന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ അവസാനം ഇങ്ങനെ പറഞ്ഞത് വയംനഊനൽ മാഊൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നന്മകളെപ്പോലും ചെയ്യൂല, തടയും ചെയ്യും. ചെറിയ ചെറിയ നന്മകൾ പോലും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കില്ല എന്ന് മാത്രമല്ല, ചെയ്യണവരെന്നൊക്കെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തടയുകയും ചെയ്യും. അതിന് തഫ്സീർ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ഉപകാരം, ചെറിയ ചെറിയ നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ മുഫസ്സിരീങ്ങൾ പറയണത്, ഈ അയൽവാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കോട്ടും മടാളൊക്കെ കടം ചോദിക്കുമല്ലോ. ഒന്ന് കൈക്കോട്ടം തരുമോ, 2 കോഴിമുട്ട തരുമോ, ഒരു തക്കാളി തരുമോ, പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കൂലേ. അമ്മാതിരി നിസ്സാര കാര്യങ്ങളെക്കുറിച്ചാണെന്നൊക്കെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ നന്മകൾ പോലും ചെയ്യൂല, ചെയ്യാൻ സമ്മതിക്കൂല, മറ്റുള്ളവരെ തടയും. ഇത് പരലോക നിഷേധിയുടെ അടയാളമാണെന്നാണ് ഖുർആൻ പറയുന്നത്. കണ്ടോ, അങ്ങനെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ കുറഞ്ഞ സമയവും ചെറിയ ജീവിതവുമാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത്. എവിടെ വെച്ച് എപ്പോൾ അസ്തമിക്കും നമുക്ക്. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് നടന്നു. നമ്മളെ പിന്നെ മേപ്പറമ്പ് ഇങ്ങോട്ട് പറളിക്ക് പോണ റൂട്ടിൽ 2-ാം മൈൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ വെച്ചുകൊണ്ട് പിന്നെ ഒരു ബൈക്കിൽ 2 പയ്യന്മാർ കയറി ഓവർടേക്ക് ചെയ്തതാണ്. വണ്ടിയിൽ അങ്ങ് ഇടിച്ച് ഒരുത്തൻ മരിച്ചു, ഒരുത്തൻ സീരിയസ് ആണ്. ഇന്നലെ അവരെ കേട്ട് എന്തായെന്ന് അറിയില്ല, അത് ഷിഫായി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞെന്താ അറിയോ,
ആ മരിച്ച ആ കുട്ടിയുടെ വീട് ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഇങ്ങോട്ട് നോക്കിയാൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അവിടെ ഇങ്ങനെ കാണാം. ആ പമ്പിൻ്റെ മുമ്പിലൊരു വീട് നേരെ ഇങ്ങോട്ട് കാണാം. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുക രണ്ടുപേരും? വീടിൻ്റെ ഏതാനും ചാരത്ത് വരെ അവരെത്തി. പക്ഷെ ആ വീട്ടിലേക്കല്ല അവരെത്തിച്ചില്ല. അവർ പ്രതീക്ഷ ഉണ്ടാകുമോ? ആ തൊട്ട് മുമ്പിലെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇതാ അടുത്ത ജംഗ്ഷനിൽ വെച്ച് ഞാൻ മരിക്കാൻ പോകുമെന്ന് അവരെ അറിയോ? അറിയണില്ല. എൻ്റെ നിങ്ങളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാ. എവിടെ വെച്ചാണ് നമ്മൾ ഈ ചലനം നഷ്ടപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജീവനുള്ള സമയത്ത്, ആയുസ്സുള്ള സമയത്ത് ധാരാളം നന്മകൾ നമ്മൾ ചെയ്യുക. നന്മകൾ ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട് നമുക്ക്. തിന്മ ചെയ്യാനും ധാരാളം അവസരങ്ങളുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ നന്മകൾ ചെയ്യാൻ വേണ്ടി അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും വകവെച്ച് കൊടുക്കരുത്. എന്ത് വേണമെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. നിനക്ക് നൽകിയ ജീവിതം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് പടച്ചോൻ ചോദിക്കുമ്പോൾ, നാളെ അള്ളാഹുവിന് മുമ്പിൽ മഹ്ശറ ലോകത്തെത്തിയിട്ട് നമ്മൾ ചെയ്ത ചെറിയ നേരത്തെ പറഞ്ഞല്ലോ മിസ്കാല ദർറ, നേരത്തെ എത്താത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. മിസ്കാല ദർറ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. നിങ്ങൾ ചെയ്ത മിസ്കാല ദർറ, അണുമണി തൂക്കം നന്മയും തിന്മയും ഒക്കെ നാളെ കിട്ടും, അള്ളാഹുവിന്റെ പ്രതിഫലം തരും എന്ന് പറഞ്ഞല്ലോ. ആ മിസ്കാല ദർറത്തിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, ചെറിയ ഉറുമ്പിൻ്റെ കാലിൻ്റെ ഒരു കഷ്ണം, അതെത്ര കനണ്ടാകും, എത്ര ചെറുതാണ്, ആ നന്മയ്ക്കാണ് അത്ര മിസ്കാല ദർറത്ത് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കൂട്ടരെ, നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും അല്ലാഹു പാഴാക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ പടച്ച റബ്ബ് മഹ്ശറ ലോകത്തെത്തിയിട്ട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. നിനക്ക് നൽകിയ ജീവിതകാലം നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം, ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ചെറിയ നന്മകളുടെ കൂമ്പാരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് റബ്ബേ ഞാൻ ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ നന്മകളെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. റബ്ബ് നമ്മെ അതിന്